ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്മെക്കിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 10ഓളം സ്റ്റുഡൻസ് ആണ് ഇവിടെ പ്ലേസ്ഡ് ആയിട്ടിരുന്നത്. UI UX, ഫ്ലട്ടർ, MERN സ്റ്റാക്ക്, പൈത്തൺ എന്നീ മേഖലയിലേക്ക് സെലക്ട് ആയിട്ടുള്ള 10 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു ഹാപ്പി മൊമെന്റിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഒരു മന്തിൽ വന്ന പ്ലേസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രീമിൽ വന്നൊരു പ്ലേസ്മെൻറ്റ്സ് ആണ്. കാരണം ഇതുമല്ല എൻ്റെ ഡ്രീം, ഇവിടെ പഠിച്ച എല്ലാവരും പ്ലേസ് ആവണമെന്നാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലും 4-3 ആൾക്കാർ വെച്ച് പ്ലേസ്ഡ് ആവുകയാണ് എല്ലാ വീക്കിലും. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയുന്നത് മാനേജ്മെൻറ്റിനോടാണ്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് മാനേജ്മെൻ്റ് ആയിരുന്നു. കാരണം അതിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന മാനേജ്മെൻറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. എല്ലാവരും ക്ലാസ് നന്നായി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെൻറ്റിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് 100 പ്ലേസ്മെൻ്റ് ആയിരിക്കും. അത് വെറുതെ പറയുന്നതല്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് വേണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ പ്ലേസ്ഡ് ആയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. നിങ്ങൾ ഇനിയും ഇവിടെ തന്നെ നിൽക്കാണ്ട് വലിയ കമ്പനിയിൽ വലിയ പാക്കേജിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പ്ലേസ്ഡ് ആവാനുള്ളവരടുത്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ അതിനൊത്ത് പഠിച്ച് ഇതേപോലെ നല്ല കമ്പനിയിൽ നല്ല പാക്കേജോടെ പ്ലേസ്ഡ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താണ് പരീക്ഷണങ്ങൾ അല്ലേ? ഇത് പറയും എന്താണ്, കാർബണും നമ്മുടെ കൽക്കരിയും ഡയമണ്ടും എന്താണ് ഒരേ സാധനമാണ്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് എന്താണ് കാർബൺ അല്ലേ? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കുറച്ച് സ്ട്രഗിൾസിലൂടെ പോകുമ്പോൾ നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ടത് എന്താണ്, ദാറ്റ് ഗോഡ് ഇസ് മേക്കിംഗ് അസ് ടു ബി എ ഡയമണ്ട് അല്ലേ? കൽക്കരി വെറുതെ ഒരു പ്രഷറും ഒന്നും അനുഭവിക്കാതെ കൽക്കരി എന്നും കൽക്കരിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫുവാദിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കത് തോന്നിയതാണ്. അപ്പോൾ നമ്മളെ ജീവിതം എപ്പോഴും പരീക്ഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക അതിൻ്റെ റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. കാരണം ദൈവം നമ്മളെ ഡയമണ്ട് ആക്കാൻ നമ്മളെ തേച്ച് മെരുക്കി അത്രയും പ്രഷറിലാണ് ഡയമണ്ട് ഉണ്ടാവണം അല്ലേ? വെറുതെ ഒരു പ്രഷറും അപ്ലൈ ചെയ്യേണ്ടല്ല. അപ്പോൾ നമ്മളെ തേച്ചും എനിക്ക് ദൈവം നമുക്ക് എന്തോ ഒരു ബെറ്റർ ഫ്യൂച്ചർ തരാൻ വേണ്ടിയാന്നുള്ളൊരു വിശ്വാസം എല്ലാവരുടെയും സ്ട്രഗിൾ പീരീഡിൽ ഉണ്ടായിരിക്കട്ടെ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് പ്ലേസ്ഡ് ആവണത് ഒരു നല്ല കമ്പനിയിലേക്ക് ഇനി ബാക്കിയുള്ളവരും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ്, മെക്കിലെ എക്സ്പീരിയൻസും പ്ലേസ്മെൻറ്റ് സെല്ലിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് പ്ലേസ്ഡ് ആയ കുട്ടികളെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജോഷുവ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാനവിടെ സ്മെക്കിൽ ജോയിൻ ചെയ്ത് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് 2 months കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, കുറേ ഇൻറ്റേൺഷിപ്പിൻ്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുക, അത്ര തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ. ഇവിടെ വന്ന് പിന്നെ നോക്കിയപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. കൂടെ വന്ന 2-3 പേര് വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്ലേസ്ഡ് ആയി പോയി. പിന്നെ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരുത്തി പ്ലേസ്ഡ് ആയി പോയി. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ബാച്ചിൽ ആരുമില്ല. അപ്പോൾ പിന്നെ പ്ലേസ്ഡ് ആവണം. അപ്പോൾ പിന്നെ സാറ് നല്ലോണം ഫോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നെ. സാറ് അയച്ചു തരുന്ന കുറേ ഞാൻ അപ്ലൈ ചെയ്യില്ല. പിന്നെ സാറ് പിടിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് അറ്റൻഡ് ചെയ്തതിൽ പോലും എനിക്ക് പോകുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ റിയാക്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായുള്ളൂ. സാറ് ക്ലാസ് തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ. അപ്പോൾ പിന്നെ സാറ് എന്നെ ഫോഴ്സ് ചെയ്ത് പോന്ന് പറഞ്ഞ് ആ തലേന്നും കൂടി ജിക്കു സാർ ക്ലാസ് എടുത്ത് തന്നിട്ടാണ് പോകുന്നത്. അറ്റൻഡ് ചെയ്തു, കിട്ടി. ബിഗ് താങ്ക്സ് യു സാറിനോടും എല്ലാവരോടും. എൻ്റെ പേര് ഫുഹാദ് എന്നാണ്. ഞാൻ പാലക്കാട് മണ്ണറക്കാടാണ് വീട്. ഞാനിപ്പോൾ പ്ലേസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോറസ് ഇൻഫോടെക്, ഒരു നെറ്റ്വർക്കിംഗ് ബേസ്ഡ് കമ്പനിയാണ്. അത്യാവശ്യം 4.2 LPA പാക്കേജിലാണ് പ്ലേസ് ആയിട്ടുള്ളത്. ഞാൻ സ്മെക്കിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷം മുമ്പായിരുന്നു ഇവിടെ ഒരു കോഴ്സിന് പൈത്തൺ ഫുൾ സ്റ്റാക്ക് പഠിക്കാൻ വന്നിരുന്നത്. പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വർക്കിനൊന്നും പോയിട്ടാണ്. രാത്രി 10 മണി വരെ ഇവിടെ ഇരുന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു 9 മണിക്ക് വരും, രാത്രി 10 മണി വരെ. ജിക്കു സാറൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. അങ്ങനെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പ്ലേസ് ആയതൊക്കെ. ഫസ്റ്റ് ഞാൻ കമ്പനിയിൽ പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ഐലൻഡ് ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനിയായിരുന്നു. അവിടെ ഒരു 1 year നിന്ന് ഒരു 6 months ശേഷം ഒരു ടീം ലീഡർ പൊസിഷനിലേക്കായിരുന്നു കിട്ടിയിരുന്നത്. അതിൻ്റെ ശേഷം ഞാൻ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയാണ്, അവിടെയും ടീം ലീഡർ പൊസിഷനാണ് പ്ലേസ് ആയിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. എനിക്ക് എടുത്തു പറയാനുള്ളത് ഒരുപാട് നന്ദി പറയാനുണ്ട് ജിക്കു സാറിനോടാണ്. സാറിപ്പോൾ ഇവിടെ ഇല്ല, സാറിനെ മിസ് ചെയ്യുന്നുണ്ട്. സാറിവിടെ ഈ മൊമെൻറ്റിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം
സാറ് ഒരു ദിവസം പിന്നെ പെട്ടെന്ന് വിളിച്ചതാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഇവിടെ സ്മെക്കിൽ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയതാണ്. എൻ്റെ പേര് അമ്മു, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബിടെക് കഴിഞ്ഞ് ഇങ്ങനെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഒന്നിലും എല്ലാ റിജക്ഷൻ മെയിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആദ്യം കോഴ്സൊന്നും എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, തന്നെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് പഠിക്കണം, അവിടെ തുടങ്ങണം എന്നൊന്നും അറിയണ്ടായില്ല. പിന്നെ സ്മെക്കിൽ വന്നത് എൻ്റെ കൂടെയുള്ളവരിവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു, സീനിയേഴ്സ് ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലട്ടർ എടുത്താണ് അവിടെ വന്നത്. ഇപ്പം 3 മാസമായി. സഫാൻ സാറും ആൻമിസും സന്ദീപ് സാറും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്ന കോറസ് ഇൻഫോടെക്കിലാണ് ആപ്പ് ഡെവലപ്പറായിട്ട്. ഹായ്, എൻ്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് പിന്നെ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാൻ സന്ദീപ് സാറ് ഇത്രയും മോട്ടിവേഷൻ എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇത്രയും മോട്ടിവേഷൻ കിട്ടിയിട്ടില്ല. ആദ്യം ഞങ്ങൾ പ്ലേസ്മെൻറ്റിൽ ഇൻ്റർവ്യൂക്ക് ഒന്നും അത്ര താല്പര്യം ഇതാക്കിയില്ല. അപ്പോൾ സന്ദീപ് സാർ എപ്പോഴും പുറത്ത് വെച്ചിട്ടുണ്ടാലും ഇവിടെ വെച്ചിട്ടുണ്ടാലും എല്ലാ സ്ഥലത്തും വെച്ച് പിടിക്കും. അങ്ങനെ അതൊരു സന്ദീപ് സാറിന് എനിക്ക് താങ്ക്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഗോപിക മിസ് പഠിപ്പിച്ചതിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു മടിയില്ലാണ്ട് എന്തോ പ്രാവശ്യം വേണമെങ്കിൽ ചോദിച്ചു, അത്ര അങ്ങനെ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആൻമിസ് ആയാലും നല്ല സപ്പോർട്ടാണ്. പൈത്തൻ്റെ ബേസിക്സ് പഠിപ്പിച്ചത് ആൻമിസ്സാണ്. അങ്ങനെ ഹായ്, എൻ്റെ പേര് തോമസ് ജോർജ്, ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സ് ആക്ച്വലി സ്മെക്കിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ വേറെ 2 ഫ്രണ്ട്സോടെ വന്നു. ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ ജോലി കിട്ടിപ്പോയി. ഞാൻ ഇപ്പോഴും ജോലി കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സന്ദീപ് സാറിനോട് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്താ ജോലി കിട്ടാത്ത, ഇനി ഇൻ്റർവ്യൂവിന് പോകണോ അങ്ങനെയൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് എവിടെ പോകണേന്ന് സന്ദീപ് സാറും ജിക്കു സാറും പറഞ്ഞു തന്നു. എന്നിട്ട് എൻ്റെ മെയിനായിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായിരുന്നു ആ ലോജിക്കൽ അവിടെയായിരുന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ സെസ്റ്റി ബീൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കിട്ടി. ഹലോ ഓൾ, എൻ്റെ പേര് അനു, ഞാൻ വൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ Web1 എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ബി പ്ലേസ്ഡ് എന്നുള്ളൊരു സെനാറിയോ ആണ് എൻ്റെത്. കാരണം ഞാൻ 2009 ബിടെക് പാസ് ഔട്ടാണ്. ഇപ്പോൾ 15 ഇയേഴ്സായി. ഒരു 8 ഇയേഴ്സ് ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് തന്നെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ബ്രേക്ക് വന്നു. അപ്പോൾ പിന്നെ ഇനി എന്ത് എന്നുള്ളത് ഞാനിങ്ങനെ തിങ്ക് ചെയ്തപ്പോൾ ഭയങ്കര ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എൻ്റെ ലൈഫിൽ. ഇനി ടീച്ചിങ്ങിലേക്ക് പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് 8 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത ബിടെക്കിലേക്ക് IT-യിലേക്ക് തന്നെ വരാം എന്നുള്ള ഡിസിഷനാണ് എടുത്തത്. അപ്പോൾ എന്തായാലും ഇനി തന്നെ പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഏജിലും കൂടെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കി കുറേ സ്ഥലങ്ങൾ സെർച്ച് ചെയ്തു. അതിലിപ്പോൾ ഞാൻ റാൻഡമായിട്ടാണ് ഞാൻ സ്മെക്കിലേക്ക് വിളിച്ചത്. അപ്പോൾ ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാഫാണ് കോൾ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ 2009 പാസ് ഔട്ടാണ്, ഇത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്. പുള്ളിക്കാരി പറഞ്ഞു അതൊരു ഫാക്ടറല്ല, ഏജ് ഒരു ഫാക്ടറല്ല, ഒത്തിരി പേര് അങ്ങനെ പഠിക്കുന്നുണ്ട്. കരിയർ ഷിഫ്റ്റ് ചെയ്ത് വരുന്നവർ ഒത്തിരി പേര് ഏജ്ഡായിട്ടുള്ളവരൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ വന്നു. ആദ്യം ഹരിപ്രിയ മാമായിരുന്നു ഞങ്ങളുടെ ടീച്ചർ. അതിനുശേഷം മിസ്സിൻ്റെ അടുത്തെത്തി. അതിനുശേഷം ഗോപിക മിസ്സിൻ്റെ അടുത്തെത്തി. പിന്നെ സന്ദീപ് സാറ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ജിക്കു സാർ ഒരു ദിവസത്തെ ഒരു പഠിപ്പിച്ചു. അതോടുകൂടിയാണ് കിട്ടിയത്. ആക്ച്വലി ജിക്കു സാറാണ് ഡിസൈഡ് ചെയ്തത് ലൈക്ക് എൻ്റെ പേര് ലിസ്റ്റിൽ ആഡ് ചെയ്യാം ഇൻ്റർവ്യൂവിലേക്ക്. ഞങ്ങൾക്ക് കുറച്ച് ബേസിക്സൊക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ സാർ ഒരു ദിവസത്തെ ഡോസിൽ ഞങ്ങൾ അത് പഠിച്ചെടുത്തു. അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോസിബിൾ ടാസ്ക് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
പക്ഷെ അതിപ്പോൾ പോസിബിൾ ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കും എനിക്ക് അത്രയ്ക്ക് ഇൻ്റലിജൻസ് ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇത്ര ബാക്കിലാണ്. ഇതൊന്നും ഒരു ഫാക്ടറല്ല. അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ കേസിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നു. സോ എല്ലാവർക്കും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജേർണിയിലേക്ക് ഒരു ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു സ്മെക്, all the management team and the staff, especially all the teachers and all my batchmates. എല്ലാവരുടെ സപ്പോർട്ടിനും താങ്ക്സ്. നമുക്കറിയാം ഇപ്പോൾ ഓരോരുത്തരുടെയും ഒരു ഗ്രേറ്റ് ഹാർഡ് വർക്കാണ് നിങ്ങൾക്കിപ്പം ഇങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഇടയായത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങളും ഉടനെ തന്നെ നല്ല നല്ല കമ്പനീസിൽ പ്ലേസ്ഡ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. നമുക്കറിയാം ഇപ്പോൾ ഓരോരുത്തരുടെയും ഒരു ഗ്രേറ്റ് ഹാർഡ് വർക്കാണ് നിങ്ങൾക്കിപ്പം ഇങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഇടയായത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങളും ഉടനെ തന്നെ നല്ല നല്ല കമ്പനീസിൽ പ്ലേസ്ഡ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഇടയായത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ബിഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങളും ഉടനെ തന്നെ നല്ല നല്ല കമ്പനീസിൽ പ്ലേസ്ഡ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.